മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 46 മുതലുള്ള വാക്യങ്ങളിൽ വളരെ സുപരിചിതമായ ഒരു സംഭവം കാണാൻ കഴിയുന്നുണ്ട്. യേശു യാത്ര ചെയ്യുമ്പോൾ കുരുടനായ ബർത്തിമായി യേശുവിനെ കണ്ട് കരയുന്നു. ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചു എന്നാണ് പറയുന്നത്. ഇവൻ്റെ കരച്ചിൽ കേട്ടിട്ട് പലരും അവനെ ശകാരിച്ചു. 2 കണ്ണും കാണാതെ അവൻ ഒത്തിരി നാളുകളായി വഴിയരികിൽ ഭിക്ഷ യാചിക്കുന്നവൻ, ആർക്കും വേണ്ടാത്ത ഒരുവൻ, എന്നും വഴിയരികിലിരിക്കാൻ വിധിക്കപ്പെട്ടവൻ, പുറത്തെ കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ആരോ അവനോട് പറഞ്ഞു, യേശു ഇതിലെ വരുന്നുണ്ട്. അവനറിയാം യേശു വന്നാൽ സൗഖ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ വിളിക്കുന്നത്. പലരും ശകാരിച്ചിട്ടും എന്തുകൊണ്ടാണ് അവൻ വീണ്ടും വീണ്ടും വിളിച്ചത്? അവനറിയാം യേശു വന്നാൽ സൗഖ്യമുണ്ട്. യേശു എന്നെ ഒന്ന് കണ്ടാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും. ആവശ്യക്കാരനാണല്ലോ, അവൻ ഔചിത്യമില്ല. അവൻ വീണ്ടും വീണ്ടും വിളിച്ചു പറയുക, ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ. ഈ ഒരു കരച്ചിൽ കേട്ടിട്ട് യേശു നിന്നു എന്നാണ് പറയുന്നത്. യേശുവിനെ നിർത്തിയ ഒരു വിളി. എനിക്ക് തോന്നുന്നില്ല മറ്റ് സംഭവങ്ങളിലൊന്നും അങ്ങനെ കാണുമെന്ന് തോന്നുന്നില്ല. യേശു അവിടെ നിന്നു എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ കണ്ണുനീര് കണ്ട് കരച്ചിൽ കേട്ടിട്ട് യേശു നിന്നു. ഇന്ന് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവം ഒന്ന് നിൽക്കും. ദൈവം ഒരു സെക്കൻഡ് നിങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കും. കാരണം നിങ്ങളുടെ പ്രതിസന്ധി കർത്താവ് അറിയുന്നു. യേശു നിങ്ങളുടെ പ്രശ്നത്തെ അറിയുന്നുണ്ട്. യേശു നിന്നെന്നാണ് പറയുന്നത്. ജീസസ് സ്റ്റുഡ് ഫോർ എ വൈൽ. അവനവിടെ നിൽക്കുകയാണ്. ജീസസ് സ്റ്റോപ്പ് ചെയ്ത്, അവൻ്റെ യാത്ര അവിടെ സ്റ്റോപ്പ് ചെയ്തവൻ. ജീസസ് സ്റ്റോപ്ഡ് ആൻഡ് സെഡ്, കോൾ ഹിം ഹിയർ. അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ അടുത്തേക്ക് അവനെ വിളിക്കുകയാണ്. യേശു അവനടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് 2 വാക്കുകളുണ്ട്: ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക. ശിഷ്യന്മാരാണ് പറയുന്നത് അവനോട്. യേശു നിന്നെ വിളിക്കുന്നു. ഈ 2 വാക്കുകൾ നിങ്ങൾ വീണ്ടും ശ്രദ്ധിച്ച് കേൾക്കണം. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക. ടേക്ക് കറേജ് ആൻഡ് സ്റ്റാൻഡ് അപ്പ്. എഴുന്നേൽക്കുക. ഇന്ന് നിങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നത് അവിടെ നിന്ന് എഴുന്നേൽക്കുക. ചില ആളുകൾ മടിയിലും അലസതയിലുമാണ്. മറ്റു ചില ആളുകൾ രോഗത്തിലും പ്രതിസന്ധിയിലുമാണ്. വേറെ ചില ആളുകൾ നിരാശയിലും ദുഃഖത്തിലുമാണ്. കർത്താവ് പറയുന്നത് സ്റ്റാൻഡ് അപ്പ്. നിങ്ങളൊന്ന് എഴുന്നേൽക്കുക. കർത്താവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ എഴുന്നേൽക്കുക. ആ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുക. തീർന്നുപോയി, എല്ലാം കഴിഞ്ഞു, ഇനിയും പ്രതീക്ഷയില്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ കർത്താവ് നിൽക്കുക നിങ്ങൾക്ക് വേണ്ടി. എന്നിട്ട് പറയുക, നിങ്ങൾ എഴുന്നേൽക്കുക. നിങ്ങളുടെ പ്രതിസന്ധിയെ മാറ്റാനായിട്ട് യേശു വരികയാണ്. വിശ്വസിക്കാൻ കഴിയുമ്പോൾ തന്നെ സൗഖ്യം വ്യാപരിക്കുക. സാധാരണ വൈദ്യശാസ്ത്രം പറയുന്നത് എത്ര വലിയ രോഗമാണെങ്കിലും അതിൻ്റെ സൗഖ്യം 50% ഡോക്ടർമാരുടെ കയ്യിലാണ്. ബാക്കി 50% ആ വ്യക്തിയിൽ തന്നെ. സൗഖ്യമാകും എന്ന് ഉറപ്പും ധൈര്യവും വിശ്വാസവും ഉണ്ടെങ്കിൽ അവിടെ മരുന്നുകൾ പ്രവർത്തിച്ചു തുടങ്ങും. മരിക്കാൻ പോവുക, എനിക്കിനിയും പ്രതീക്ഷയില്ലെന്നും പറഞ്ഞ് കിടന്നാൽ നമ്മൾ കഴിക്കുന്ന മരുന്ന് പോലും മരണത്തിനുള്ള ഗുളികയായി മാറുകയാണ്. നമ്മളൊന്ന് എഴുന്നേൽക്കുക. നിങ്ങൾ എവിടെയാണ് നിങ്ങൾ കിടക്കുന്നത്? നിങ്ങളും ധൈര്യപ്പെടുക. എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ പേടിക്കുന്നത്? നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളിങ്ങനെ കിടക്കേണ്ട വ്യക്തി അല്ലല്ലോ. നിങ്ങൾ ശുശ്രൂഷ ചെയ്ത വ്യക്തിയല്ല. എന്തിനാണ് നിങ്ങൾ ക്ഷീണിച്ച് നിരാശപ്പെട്ടിരിക്കുന്നത്? കർത്താവ് വിളിക്കുന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ കിടക്കുന്നത്? എഴുന്നേൽക്കുക. ഈ വിളി കേട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ 50-ാം വാക്യം പറയുന്നത്, പുതപ്പിട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. ചിലരൊക്കെ ഒന്ന് ചാടി എഴുന്നേൽക്കണം. ഏലിയാവിനെ പോലെ ചൂരച്ചിലയുടെ കീഴിൽ കഴിഞ്ഞു, തീർന്നു, മതി കർത്താവ് എന്ന് പറയുമ്പം ഗെറ്റ് അപ്പ്, റൈസ് അപ്പ്, ചാടി എഴുന്നേൽക്കുക. ഒന്ന് ചാടി എഴുന്നേൽക്കുക. ഹി ജംപ്ഡ് ആൻഡ് കെയിം ടു ജീസസ്. അവൻ ചാടി എഴുന്നേറ്റ് വന്നാണ് പറയുന്നത്. ഇന്ന് ദൈവം നിങ്ങളെ ഒന്ന് ചാടി എഴുന്നേൽപ്പിക്കുക. കർത്താവ് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുള്ളൂ: ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? അവൻ പറഞ്ഞ്, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഐ വാണ്ട് ടു റീഗെയിൻ മൈ സൈറ്റ്. നമ്മളോടും കർത്താവ് ചോദിക്കുക, നിനക്ക് എന്താണ് ആവശ്യം? നമുക്കൊത്തിരി കാര്യങ്ങൾ പറയാൻ കഴിയും. എനിക്ക് പൈസ വേണം, അത് വേണം, ഇത് വേണം, കാറ് വേണം, ജീപ്പ് വേണം, പിള്ളേരെ അമേരിക്കയ്ക്ക് വിടണം, ഒത്തിരി കാര്യങ്ങൾ. പക്ഷേ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി: കർത്താവ്, എനിക്ക് കാഴ്ച പ്രാപിക്കണം. കാഴ്ച. നമുക്കെല്ലാം അതാ വേണ്ടി. കാഴ്ച. ജീവിതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്, നാളെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഒരു ഒരു കാഴ്ചപ്പാട്, ഒരു വിഷൻ ഉണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു. ചിലർക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് ചിലർ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. നാളെ എന്താണെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വീടിന് വേണ്ടി എന്ത് ചെയ്യണം, കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യണം, സ്വന്തം ജീവിതത്തിന് വേണ്ടി എന്ത് ചെയ്യണം, കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം, ഒന്നും അറിയത്തില്ല. കർത്താവ്, എനിക്ക് കാഴ്ച തരണം, എനിക്ക് കാണണം, എനിക്ക് മുന്നോട്ടൊന്ന് കാണണം, എനിക്കൊന്ന് അറിയണം, ജീവിതത്തിൽ കർത്താവിനോട് ചിലത് ചെയ്യണം. ഈ കാഴ്ചയാണ് നിങ്ങൾക്കെല്ലാം വേണ്ടത്. നമുക്കെല്ലാം ആ കാഴ്ച വേണ്ടത്. എനിക്കും ആ കാഴ്ച വേണം. എനിക്ക് കാഴ്ച വേണം. ഇന്ന് ആ കാഴ്ച ദൈവം നിങ്ങൾക്ക് തരട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതയെ കാണാൻ, നിങ്ങളുടെ ജീവിതത്തിലെ ഇല്ലായ്മയെ കാണാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരുന്ന കാണാനുള്ളൊരു കാഴ്ച തരട്ടെ. ചിലരെയൊക്കെ പുറമേയുള്ള കണ്ണുകൾ കാണുന്നുണ്ടെങ്കിലും അകമേയുള്ള കണ്ണുകൾ അടഞ്ഞു പോയിരിക്കുകയാണ്. അകക്കണ്ണൊന്ന് തുറക്കട്ടെ. കർത്താവ്, എനിക്കൊന്ന് കാഴ്ച പ്രാപിക്കണം. എൻ്റെ നിരാശയിലും എൻ്റെ പ്രതിസന്ധിയിലും ഞാനിങ്ങനെ ഇരുണ്ട്
കുരുടനായിരിക്കുക, എനിക്ക് കാഴ്ച തരണമേ കർത്താവേ എന്ന് പറഞ്ഞാൽ അവനെ കർത്താവ് സൗഖ്യമാക്കിയെന്നാണ് പറയുന്നത്. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചവനെ അനുഗമിച്ചു. കർത്താവ് നിങ്ങൾക്ക് കാഴ്ച തരുന്നത്, സൗഖ്യം തരുന്നത് യേശുവിനെ അനുഗമിക്കാൻ വേണ്ടിയാണ്, യേശുവിനെ പിൻപറ്റാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ചില്ലേ? കർത്താവിനെ പിൻപറ്റുന്നുണ്ടോ? കർത്താവിനെ അനുഗമിക്കുന്നുണ്ടോ? അതോ നിങ്ങൾ കർത്താവിനെ വിട്ട് പിന്മാറിപ്പോയോ? അനുഗ്രഹം പ്രാപിച്ചിട്ട് പിന്മാറിപ്പോയെങ്കിൽ ഇന്ന് കർത്താവ് പറയുക, ചാടി എഴുന്നേൽക്ക്, എന്നെ അനുഗമിക്കുക. ഈ ഒരു നന്മയും കൊണ്ട്, ഈ ഒരു അനുഗ്രഹം കൊണ്ടും തീർന്നില്ല. ദൈനംദിനം നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച പ്രാപിക്കണം. ആ കണ്ണുകൾക്ക് ലേപം വേണം, കണ്ണുകളുടെ കാഴ്ച വർദ്ധിക്കണം. കർത്താവേ, ഞങ്ങളുടെ പ്രിയ സ്നേഹിതന്, പ്രിയ സഹോദരന് ഒരു ഉൾക്കാഴ്ച, ഒരു ആത്മീക ദർശനം, കാഴ്ചപ്പാട് കർത്താവ് പകരണമേ. ഭൃത്യമായ കർത്താവ് തൊട്ടതുപോലെ ചിലരെ കർത്താവ് തൊടണം, ചിലരെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കണം. കർത്താവിനോട് ചിലത് ചെയ്യാനുള്ള ധൈര്യം പകരണം. ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ.